പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 23-ാം വാക്യം, നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഞാനും നിങ്ങളും വെളിച്ചങ്ങളായിരിക്കണമെന്നും ആ വെളിച്ചം അനേകർക്ക് പ്രകാശിക്കണമെന്നും നമ്മുടെ സൃഷ്ടാവ് ആഗ്രഹിക്കുന്നു എന്ന വചനം നാം ധ്യാനിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് കടക്കാം. ആ വെളിച്ചം ഇരുട്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ പ്രകാശിപ്പിച്ചതായിരുന്നു എങ്കിലും നാം പ്രകാശിച്ചിരുന്നു എങ്കിലും പിന്നീട് ഇരുട്ടാകാനുള്ള സാധ്യത തള്ളിക്കളയരുത്. ഒരു കാലത്ത് ശക്തിയോടെ പ്രകാശിച്ച അനേകർ പിന്നത്തേതിൽ ഇരുട്ടായി തീർന്നത് ലോക ചരിത്രത്തിൽ മറക്കാനാകാത്ത അധ്യായമായി നിലനിൽക്കുന്നു. ഒത്തിരി പ്രയോജനപ്പെടേണ്ടതായ അനേക ചെറുപ്പക്കാർ ക്രിമിനലുകളായി മാറിയത് നാം കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ക്രിമിനലുകൾ ആരും തന്നെ മണ്ടന്മാരല്ല, അതീവ സമർത്ഥന്മാരും ബുദ്ധിമാന്മാരുമായതുകൊണ്ടാണ് അവർ ഇത്ര വലിയ കൊള്ളയും കൊലയും അക്രമവും നടത്തുന്നത്. സ്തോത്രം. അവരുടെ കഴിവ് എത്രയോ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു. സ്തോത്രം. ആനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട് അല്ലേ? പക്ഷേ അത് കൃഷി ഭൂമികളെ നശിപ്പിക്കാനും വനങ്ങളെ ഉഴുതുമറിച്ച് തകർക്കാനുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആരോ ചിലർ അതിനെ വലയിൽ അകപ്പെടുത്തി കൈവശപ്പെടുത്തിയ ശേഷം ദീർഘനാളത്തെ പരിശീലനം കൊടുത്തപ്പോൾ കുഴിയിൽ വീണ വണ്ടിയെ വലിച്ചു കയറ്റാൻ ആനയുടെ ശക്തിയെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയും, മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയും. വെട്ടിയിട്ട വലിയ മരങ്ങളെ വലിച്ച് തടിമില്ലിലെത്തിച്ച് ഉരുപ്പിടിയാക്കി നൽകുന്നതിൽ ആനകൾ നൽകുന്ന സംഭാവനകൾ ചെറുതല്ല. അങ്ങനെ ആനയുടെ അതുല്യ ബലം അനേക നല്ല കാര്യങ്ങൾക്കും ഉപയോഗിച്ചത് പരിശീലനത്തിലൂടെയാണ്. വേണ്ടത്ര പരിശീലനം ലഭിക്കാതെ നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിൻ്റെ കരാള ഹസ്തത്തിൽ വീണ് കിടക്കുന്ന കാഴ്ച കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. മയക്കുമരുന്ന് അത് വലിയൊരിരുട്ടാണ്, കൂരിരുട്ടാണ്. അതിലെ പ്രവാഹകരായി, അതിലെ പ്രചാരകനായി നമ്മുടെ കുട്ടികൾ തീർന്നിരിക്കുന്നു എന്ന് മാതാപിതാക്കൾ അറിയാൻ വൈകരുത്. ഇരുട്ടിൻ്റെ കച്ചവടക്കാരായി കുട്ടികൾ തീർന്നിരിക്കുന്നു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം. ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനമെന്ന വെളിച്ചം ഇരുട്ടാകാൻ സാധ്യതയുണ്ട് എന്ന് യേശുക്രിസ്തു അന്നേ പറഞ്ഞിരുന്നു. സ്തോത്രം. ഇന്നത്തെ മനുഷ്യൻ ഇരുട്ട് ചുമക്കുന്നു, ഇരുട്ട് വ്യാപാരം ചെയ്യുന്നു, ഇരുട്ടുമായി ഓടി നടക്കുന്നു. മയക്കുമരുന്നും ബലാത്സംഗവും കൊലപാതകവും അഴിമതിയും ഇരുട്ടല്ലാതെ മറ്റെന്താകുന്നു? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ക്രിസ്തു എന്ന വെളിച്ചത്തിൽ നാം നടക്കേണ്ടതായിരുന്നു. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ആത്മാവ്, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. സ്തോത്ര. ഞാനും നിങ്ങളും ഇരുട്ടായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മിലുള്ള വെളിച്ചം ഇരുട്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ നമ്മിലുള്ള വെളിച്ചം ഇരുട്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നാം അറിയാതെ പോയി. ഉള്ളിലെ വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര അധികം എന്ന ചോദ്യം ഭയപ്പെടുത്തുന്ന ചോദ്യമാണ്. ഒരു മനുഷ്യൻ എത്ര വേണമെങ്കിലും ചീത്തയാകാം, ഒരു മനുഷ്യൻ എത്രയോ ആയിരങ്ങളെ കൊല്ലാം, അതെ എത്രയോ ദോഷങ്ങളെ വിതയ്ക്കാം. നമ്മിലുള്ള വെളിച്ചം ഇരുട്ടാകാതിരിക്കുവാൻ ഇന്ന് പകൽക്കാലം നാം സൂക്ഷിക്കണം.
നാം എന്താണ് ചെയ്യേണ്ടത്? വെളിച്ചത്തെ നാം ശ്രദ്ധിക്കണം. അത് കൂടുതൽ നാം ഉത്സാഹിച്ചാൽ ഇരുട്ട് ഹല്ലേലൂയ മാറിപ്പോകും. ഹല്ലേലൂയ വീണ്ടും കൂടുവാൻ വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധ ചെലുത്തിയാൽ അനേകരിലേക്ക് സ്തോത്രം വെളിച്ചം പകർന്നുകൊണ്ടിരിക്കും. ഓർക്കുക, കൂടുന്നില്ലെങ്കിൽ സ്തോത്രം കുറയുന്നുണ്ടെങ്കിൽ അണഞ്ഞു പോകാൻ അധികം താമസമില്ല. നാം ആരും ഇരുട്ടിൻ്റെ വാഹകർ ആകാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറഞ്ഞ വചനത്തിൻ പ്രകാരം നിന്നിലുള്ള വെളിച്ചം ഇരുട്ടാകാതെ അത് അനേകർക്ക് സ്പ്രെഡാകുവാൻ, ക്രിസ്തു എന്ന വെളിച്ചത്തെ അനേകർക്ക് പകർന്നെടുക്കുവാൻ, അനേകരെ അന്ധകാരത്തിൽ നിന്ന് കരകയറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാല ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ട് അനേകർക്ക് മാതൃകയാകുവാൻ, ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തു എന്ന വെളിച്ചം സ്പ്രെഡാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പിടിച്ചു നിൽക്കുവാൻ, ആ വെളിച്ചത്തിൽ തന്നെ ഹല്ലേലൂയ നിലനിൽക്കുവാൻ, ആ വെളിച്ചം ഹല്ലേലൂയ അനേകർക്ക് ഹല്ലേലൂയ സ്പ്രെഡാക്കി കൊടുക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽക്കാല നമ്മെ ഹല്ലേലൂയ ഉപയോഗിക്കട്ടെ. അക്രവും അനീതിയും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ ദൈവികമായ തേജസ് നമ്മിൽ വന്നതോടൊപ്പം അനേകർക്ക് അത് ഹല്ലേലൂയ വിളമ്പുവാൻ, അനേക യൗവനക്കാർ അതിൽ കൂടെ രക്ഷപ്പെടുവാൻ, അനേക വ്യക്തി ജീവിതങ്ങൾ രക്ഷപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉപയോഗിക്കുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ കർത്താവേ, എന്നെ നീ ഉപയോഗിക്കുമാറാകണം, എന്നെ നീ ഉപയോഗിക്കണം കർത്താവേ. ഒരിക്കലും ഞാൻ ഇരുട്ടിനുള്ളവളല്ല, ഒരിക്കലും ഞാൻ നഷ്ടമായി പോകരുത്. ക്രിസ്തുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആരൊക്കെയുണ്ട് കർത്താവേ? നിന്റെ വെളിച്ചം അനേകർക്കു ഹല്ലേലൂയ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഞാനുണ്ടപ്പാ. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ ആയിരിക്കുന്നു. നീ എന്നിൽ ശക്തി തന്നാൽ എന്നെ നീ ഉപയോഗിക്കും. നിശ്ചയമായി ഞാൻ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ ഇരുട്ടിൽ നടക്കരുത്. നാം വീണുപോകും. ഹല്ലേലൂയ നാം തകർന്നു പോകും. നമ്മെ രക്ഷിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. നാം പലപ്പോഴും കാണേണ്ടത് കാണുവാൻ സാധിക്കത്തില്ല. ദൈവജനമേ, ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആ വെളിച്ചത്തിൽ നടക്കുവാൻ സാധിക്കും? എത്ര പേർ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തെ ഹല്ലേലൂയ നേടിയെടുക്കുന്നുണ്ട്? അതിൽ കൂടെ നടക്കുന്നവരാരൊക്കെ? ലൈറ്റ് പ്രകാശിക്കുമ്പോൾ മാത്രമേ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങളെ, നന്മകളെ കാണുവാൻ സാധിക്കത്തുള്ളൂ. ആ ലൈറ്റ് നമ്മിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് നന്മകൾ ഒരുക്കിയിരിക്കുന്നു. അത് പലപ്പോഴും നമ്മുടെ ഉൾക്കാഴ്ചയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കാണിക്കുമ്പോൾ ഒരിക്കലും അത് കാണുവാൻ സാധിക്കാതെ മൂടി മറഞ്ഞുള്ള അവസ്ഥയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ വ്യക്തമായി ഹല്ലേലൂയ മൂടി മറയപ്പെട്ട ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ ഇന്ന് പകൽക്കാലം നേടിയെടുക്കണമെങ്കിൽ നീ പൂർണ്ണമായി വെളിച്ചത്തിലേക്ക് വരണം, ക്രിസ്തുവിലേക്ക് വരണം. ഏൽപ്പിച്ചു കൊടുത്താട്ടെ റീഖമന ഹംദരാര ബൗഷിയാര ഘടക ഉടവ പ്രൗഢിവിനി ഹംദരേ രഗത്തുരി ഉടവൽക്കാനം ചൂടാര ബൗഷിയാരക ഹംദരാരകത്തുരി രഘടക. ദൈവമേ, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഒരിക്കലും ഇരുട്ടിൽ സഞ്ചരിക്കാൻ അനുവദിക്കല്ലേ. ഞങ്ങളുടെ തലമുറകൾ നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. ഒരു വ്യക്തി പോലും നഷ്ടമാകാൻ അനുവദിക്കരുത് കർത്താവേ. ക്രിസ്തുവിലുള്ള വെളിച്ചം ഹല്ലേലൂയ നമ്മിൽ പ്രകാശിച്ചുകൊണ്ട് അനേകർക്കു വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ അനേകരെ നേടിയെടുക്കുക. റീഖാമന ബൗഷിയാര നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ ചീത്ത സ്വഭാവങ്ങളിൽ, മദ്യത്തിന് മയക്കുമരുന്നുകളിൽ അടിമകളായി പോകാതെ വെളിച്ചത്തിൽ വസിച്ചുകൊണ്ട് ഹല്ലേലൂയ മുന്നേറുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. റീഖാമന ബൗഷിയാരക അവരിലുള്ള നന്മകൾ
അവരിലുള്ള അനുഗ്രഹങ്ങൾ അവർ തന്നെ കണ്ട് ഹല്ലേലൂയ ദൈവികമായ കാഴ്ചപ്പാടുള്ളവരായി ക്രിസ്തുവിന് വേണ്ടി അധികം ഫലം കഴിക്കുന്നവരായി മാറുവാ. ഓ റീഖമന ഔഷിയാരക ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് ഹല്ലേലൂയ പകൽക്കാല ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിശ്ചയമായും നടക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു. തലമുറയെ കുറിച്ച് ഹല്ലേലൂയ ഭാരപ്പെടുന്ന വ്യക്തിയുടെ മധ്യ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ.